അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അത്തഹിയ്യത്തു വതആറുഫ് എന്ന പാഠത്തിലെ രണ്ടാമത്തെ ടെക്സ്റ്റാണ് നോക്കാനുള്ളത്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് 2 വർഷത്തെ നീണ്ട ലോക്ക്ഡൗണിന് ശേഷം ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് ശേഷം ഓൺലൈൻ ക്ലാസ്സുകൾ ജാമിയ മില്ലിയയിൽ ആരംഭിക്കുകയാണ്. 2 വർഷം കൊറോണ വൈറസ് കാരണം പൂർണ്ണമായ ലോക്ക്ഡൗണിലായിരുന്നു ഇന്ത്യയും ലോകമെമ്പാടും. ആ കാലത്ത് ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കോളേജ് തുറക്കുമ്പോൾ ആ പൂട്ടിക്കടന്ന 2 വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ പൂർണ്ണമായ ഒരു ഉന്മേഷവും ഒരു ജീവന്റെ തുടിപ്പുമെല്ലാം കാണപ്പെടുന്നു. എല്ലാവരുടെയും ജീവിതം ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയതോടെ എല്ലാവരുടെയും ജീവിതം അവരുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരുടെ കോഫി ഷോപ്പുകളിൽ ഉല്ലസിക്കാനും ആനന്ദിക്കാനും തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ലൈഫ്. അതിൻ്റെ സന്തോഷവും പ്രകാശവും ശോഭയുമെല്ലാം ആ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ ഉണ്ടാവുമ്പോഴേ ആ ഒരു കലാലയത്തിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ കോളേജിലേക്ക് വരുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം പ്രധാനമായും അവർക്ക് ഈ താമസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴും പല വിദ്യാർത്ഥികളും ക്യാമ്പസിൽ ഹോസ്റ്റൽ റെഡിയാവുന്നത് വരെ പുറത്തുള്ള ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുത്തുകൊണ്ട് വാടക കൊടുത്തുകൊണ്ട് താമസിക്കാറുണ്ട്. എത്രത്തോളം പഴയ കുട്ടികൾ വരെ അങ്ങനെ താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ ഭക്ഷണം പാകം ചെയ്യലും വസ്ത്രം അലക്കലും അതുപോലെ ആവശ്യ വസ്തുക്കൾ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം നശിപ്പിക്കുന്നുണ്ട്. അതിന് തന്നെ ഒരുപാട് സമയം വേണം. അത് കാരണത്താൽ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മുടെ അബ്ദുള്ളയും മാസിനും ഒരുപാട് പ്രശ്നങ്ങൾ, ഈ താമസത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷം ഇവർക്ക് 2 പേർക്കും ക്യാമ്പസിനടുത്ത് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു റൂം റെഡിയാവുകയുണ്ടായി. അവർ പതിയെ അവരുടെ ജീവിത കാര്യങ്ങളെല്ലാം ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കി തീർത്തു. അങ്ങനെ അവർ 2 പേരും ബാങ്കിൽ അവർക്ക് സേവിങ് അക്കൗണ്ടുകളും തുടങ്ങി. അതുപോലെ അവർക്ക് കോളേജിൻ്റെ ഒരു ID കാർഡും ഉണ്ടാക്കി. അത് കാരണത്താൽ എന്തിനാണ് ID കാർഡ് ഉണ്ടാക്കുന്നത്? അവർക്ക് ബസ്സിലുള്ള ഇളവുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലൈബ്രറിയിൽ പ്രവേശിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പതിയെ ആ കോളേജിൽ അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായി വന്നു. എങ്ങനെയുള്ള കോളേജാണത്? ആ കോളേജിലുള്ള വിദ്യാർത്ഥികളുടെ കണ്ണിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കോളേജാണ്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് മിൻ ജിഹത്തിൻ ഉഖറ വയത കുല്ലും മിൻ അബ്ദുള്ള വ മാസിൻ അഹമ്മദ്. ഇവർ 2 പേരും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ചങ്ങാതിമാരെ ഉണ്ടാക്കി. അവർക്ക് 2 പേർക്കും പുതിയ ചങ്ങാതിമാരെയും കിട്ടി. അവരിൽ ചിലർ അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുകയും എന്നാൽ ചിലരാവട്ടെ അവരെ ബുദ്ധിമുട്ടുകയും ചെയ്തു. എന്നാലും എല്ലാ അവസ്ഥകളിലും എല്ലാ സന്ദർഭങ്ങളെയും അവർ ബുദ്ധിയോടുകൂടെ അഭിമുഖീകരിക്കാൻ തയ്യാറായവരായിരുന്നു. ഇത്തരം പ്രകോപിപ്പിക്കുന്ന അവസരങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവിടെ ഒന്നും ചെയ്യാതിരിക്കുക, അങ്ങോട്ടൊന്നും റിയാക്ട് ചെയ്യാതെ, അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നാൽ ഈ നമ്മുടെ റാഗ് ചെയ്യുന്ന ആളുകൾ അവർ തന്നെ പിന്നീട് നമ്മുടെ ചങ്ങാതിമാരാവും, ഈ സീനിയേഴ്സൊക്കെ നമ്മുടെ ചങ്ങാതിമാരാവും എന്ന് അവർക്ക് കുറച്ച് സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം അവർ 2 പേരും കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മെക്കാനിക്കൽ കോളേജിന്റെ മെയിൻ ഗേറ്റിന്റെ അടുക്കൽ ഒരു സംഘം ആളുകൾ, സീനിയേഴ്സ് നിൽക്കുന്നുണ്ട്. അവർ ഇവരെ കണ്ടപ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞു, പുതിയ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാസിനും അതുപോലെ തന്നെ ഈ അഹമ്മദും മാസിൻ അവരിലേക്ക് പോയി. അങ്ങനെ അവരോട് സലാം പറയുകയും ചെയ്തു. മാസിനോട് അവർ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അതിലൊരാൾ ചോദിച്ചു, നിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. അന്നേരം മാസിൻ എൻ്റെ പേര് മാസിനാണെന്ന് പറയുകയും, അതുപോലെ തന്നെ മാസിനോട് മറ്റൊരാൾ ചോദിച്ചു, നിന്റെ ഉപ്പയുടെ പേരെന്താണ്? മാസിൻ പറഞ്ഞു, എൻ്റെ ഉപ്പയുടെ പേര് ഉവൈസ് അഹമ്മദ് എന്നാണ്. അവർ വീണ്ടും ചോദിച്ചു, നിന്റെ ഉപ്പ എന്താണ് ചെയ്യുന്നത്? മാസിൻ പറഞ്ഞു, എൻ്റെ ഉപ്പ ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനാണ്. അവർ ചോദിച്ചു, എവിടെ നിന്നാണ് നീ വരുന്നത്? മാസിൻ മറുപടി കൊടുത്തു, ഞാൻ രാജസ്ഥാനിലെ രാജ്കോട്ട് ജില്ലയിലെ ക്ലീംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അവരിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്നാൽ നിന്നെ കണ്ടിട്ട് ഒരു രാജസ്ഥാനിയെ പോലെ തോന്നുന്നില്ലല്ലോ. രാജസ്ഥാനികൾ തലപ്പാവ് ധരിക്കുന്നവരാണ്, നീ എന്താണ് നിന്റെ തലപ്പാവ് എവിടെയെന്ന് ചോദിച്ചു. അന്നേരം മാസിൻ പറഞ്ഞു, ഞാൻ തലപ്പാവ് ധരിക്കാറില്ല എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ തലപ്പാവ് ധരിക്കാത്തത്? അത് രാജസ്ഥാനികളുടെ ഐഡന്റിറ്റി അല്ലേ? നിനക്ക് നിന്റെ ഐഡന്റിറ്റി, രാജസ്ഥാനി ഐഡന്റിറ്റിയിൽ നിനക്കൊരു അഭിമാനമില്ലേ? അതിലൊരാൾ ചോദിച്ചു. അപ്പോൾ മാസിൻ പറഞ്ഞു, എനിക്ക് അതിൽ അഭിമാനമുണ്ട്, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങൾക്കും ഒരു വാക്കുള്ളതുപോലെ, അഥവാ എല്ലാ സ്ഥലങ്ങൾക്കും അതിനോട് യോജിച്ചിട്ടുള്ള നമ്മൾ സംസാരിക്കേണ്ടതുപോലെ എല്ലാ സ്ഥലങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രവുമുണ്ട്. ഞങ്ങൾ ഈ തലപ്പാവ് ധരിക്കാറുള്ളത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഏതുപോലെ വലിയ പെരുന്നാളുകളോ ആഘോഷങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ ഈ തലപ്പാവ് ധരിക്കാറുള്ളൂ. അവരിൽ ഒരാൾ ചോദിച്ചു, നീ സിനിമ കാണാറുണ്ടോ?
അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? മാസിൻ മറുപടി കൊടുത്തു, ഇല്ല, ഞാൻ അങ്ങനെ അധികമായിട്ട് സിനിമ കാണുന്ന ആളല്ല, എങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ എഡ്യൂക്കേഷൻ മൂവീസ് കാണാറുണ്ട്. ബാക്കിയുള്ള സിനിമകളൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. അവരെല്ലാവരും ചിരിച്ചു. അവരിൽ ഒരാൾ അവനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നീ വിചാരിക്കുന്നുണ്ടോ ഈ സിനിമ കാണുക എന്നുള്ളത് ടൈം വേസ്റ്റ് ആക്കുന്നതാണ് എന്ന്? അന്നേരം മാസിൻ പറഞ്ഞു, അതെ, അത് അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ പഠനത്തിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കാറുള്ളത്. എനിക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഉപകാരപ്പെടാത്ത കാര്യത്തെ ഞാൻ അധികം പരിഗണിക്കാറില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതെ ശരി, ഓക്കെ, അങ്ങനെയാണ്. എന്നാലും ഒരു ഹിന്ദി സിനിമയിൽ നിന്നുള്ള ഒരു പാട്ട് പാടിയിട്ടല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. അവർ റാങ്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു. അന്നേരം മാസിൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരുപാട് പാട്ടുകളൊന്നും കാണാതെ അറിയുന്ന ആളല്ല, എങ്കിലും മുഹമ്മദ് ഇഖ്ബാൽ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം. എങ്ങനെയുള്ള മുഹമ്മദ് ഇഖ്ബാലാണ്? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ നല്ല രീതിയിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മൾ ഇന്ത്യക്കാർ ആ ഇന്ത്യയുടെ തോട്ടത്തിൽ പാട്ടുപാടുന്ന ബുൽബുൽ പക്ഷികളെ പോലെയാണ്. ഹബ്ബുൽ വത്തനിൻ്റെ കാര്യത്തിൽ, രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ അതിനേക്കാൾ മികച്ച വേറൊരു പാട്ടുമില്ല. എന്നിട്ട് നമ്മുടെ മാസിൻ അവൻ്റെ നല്ല ഈണമുള്ള ശബ്ദത്തിൽ ആ ബൈത്ത്, ആ ഒരു കവിത പാടാൻ തുടങ്ങി. എല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടെ അവൻ്റെ ആ പാട്ടിനെ കേട്ടുകൊണ്ട് നിന്നു. അങ്ങനെ അവൻ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവനെ എല്ലാവരും ചെന്ന് ആലിംഗനം ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിന്നെ പരിചയപ്പെട്ടിരിക്കുന്നു. ഇന്ന് മുതൽ നാം എല്ലാവരും ചങ്ങാതിമാരാണ്. മാസിൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ അപ്പോൾ ഒരു വലിയൊരു യുദ്ധത്തിൽ ഒരു വലിയ വിജയം നേടിയ ഒരു പ്രതീതിയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം മാസിനും അബ്ദുള്ളയും കണ്ടുമുട്ടുകയും അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനുമാണ്, ഒരു സംഭാഷണമാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഡയലോഗ് രൂപത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്. അബ്ദുള്ള ചോദിക്കുന്നു, എന്തായിരുന്നു ഇന്നലെ കോളേജ് ഗേറ്റിൻ്റെ മുമ്പിൽ സംഭവിച്ചത്? മാസിൻ പറഞ്ഞു, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്നെ തടഞ്ഞു വെച്ചു, എന്നെ അവിടെ തടഞ്ഞു നിർത്തി. അബ്ദുള്ള ചോദിച്ചു, പിന്നെ എന്തുണ്ടായി? മാസിൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒഴിവാക്കി, ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. എൻ്റെ പേരെന്താണ്, എൻ്റെ ഉപ്പയുടെ പേരെന്താണ്, അതെല്ലാത്തെയും ഒരുപാട് ക്വസ്റ്റ്യനുകൾ. അബ്ദുള്ള ചോദിച്ചു, നീ ഭയന്നോ? മാസിൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഭയന്നിട്ടൊന്നുമില്ല, ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തു. അബ്ദുള്ള ചോദിച്ചു, ഹൽ തലബു മിൻക ഷൈഅ, വേറെ എന്തെങ്കിലും നിന്നിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. മാസിൻ പറഞ്ഞു, അതെ, ഒരു ഹിന്ദി സിനിമയിൽ നിന്നുള്ള ഒരു പാട്ട് പാടാൻ എന്നോട് അവർ ആവശ്യപ്പെട്ടു. അബ്ദുള്ള ചോദിച്ചു, നീ അന്നേരം എന്താണ് ചെയ്തത്? മാസിൻ പറഞ്ഞു, ഞാൻ ഹിന്ദി സിനിമകളിലെ പാട്ടുകളൊന്നും ഞാൻ മനഃപ്പാടമാക്കിയിട്ടില്ല, പക്ഷേ അല്ലാമ ഇഖ്ബാലിന്റെ സാരേ ജഹാം സ അച്ഛ എന്ന് പറയുന്ന ആ ബൈത്ത് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുള്ള ചോദിച്ചു, അവർ അത് സമ്മതിച്ചോ? മാസിൻ പറഞ്ഞു, അതെ, അവരെ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ആ പാട്ട് പാടുകയും ചെയ്തു. ഞാൻ ആ പാട്ട് പാടുന്ന സമയത്ത് എനിക്ക് എന്തോ രാജ്യസ്നേഹത്തിന്റെ തിരമാലകൾ എന്നെ പൊതിയുന്നത് പോലെയുള്ളൊരു അനുഭൂതിയായിരുന്നു എനിക്ക്. എന്തൊരു നല്ല പാട്ടാണ് ആ പാട്ട്. അബ്ദുള്ള ചോദിച്ചു, എന്നിട്ട് അതിനുശേഷം എന്തുണ്ടായി? മാസിൻ പറഞ്ഞു, അവരെല്ലാവരും ക്ലാപ്പ് അടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ നിന്നെ പരിചയപ്പെട്ടിരിക്കുന്നു, ഇന്ന് മുതൽ നമ്മളെല്ലാവരും ചങ്ങാതിമാരാണെന്ന് പറഞ്ഞു. അബ്ദുള്ള പറഞ്ഞു, നിനക്ക് ആ സമയത്ത് എന്താണ് തോന്നിയത്? നിനക്ക് അതിന് ശേഷം എന്താണ് ഫീൽ ചെയ്തത്? അപ്പോൾ മാസിൻ പറഞ്ഞു, ഞാൻ എന്തോ ഒരു വലിയ യുദ്ധം ജയിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അബ്ദുള്ള അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. മാസിൻ ചോദിച്ചു, നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്റെ ആദ്യത്തെ ദിവസത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അബ്ദുള്ള പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ലതായിരുന്നു. അതേപോലെ മാസിൻ ചോദിച്ചു, നീ പുതിയ കൂട്ടുകാരെല്ലാം പരിചയപ്പെട്ടോ? അബ്ദുള്ള പറഞ്ഞു, ഈ കൂട്ടുബന്ധം സൗഹൃദം എന്നുള്ളത് ഒരു ദിവസത്തിൽ ഉണ്ടാകുന്നതല്ലല്ലോ. ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടു, പതിയെ സൗഹൃദം ഉണ്ടായിക്കോളും. മാസിൻ അതേ എന്ന് പറഞ്ഞു. അബ്ദുള്ള ചോദിച്ചു, നീ ഈ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? ഈ മാസിൻ പറഞ്ഞു, ഈ പുറത്തുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റുകളിൽ പോയി താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കല്ലേ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത്. അബ്ദുള്ള ചോദിച്ചു, നമ്മൾ ഈ പുറത്തെ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. മാസിൻ പറഞ്ഞു, അതെ, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മൾ കോളേജിന്റെ അപ്പാർട്ട്മെന്റിൽ, കോളേജ് ഹോസ്റ്റലിൽ നമുക്ക് സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, ക്ഷമിച്ചുകൊണ്ടിരിക്കാം. അടുത്ത വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പക്ഷേ അടുത്ത വർഷം നമുക്ക് കോളേജിൽ ഹോസ്റ്റലിൽ സ്ഥലം കിട്ടിയേക്കാം. മാസിൻ ഇൻഷാ അല്ലാഹ് എന്നും പറഞ്ഞു. അവസാനമായിട്ട് കുറച്ച് എക്സസൈസ് കൂടെ ബാക്കിയുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞ് ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്ത് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ ഈ പാഠഭാഗം ഏതെങ്കിലും ഭാഗം നൽകിക്കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നഷിയത്തിന് മാസിൻ അഹമ്മദ് ജമാഅത്ത് തലബ. ആ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ഏത് പാട്ടായിരുന്നു മാസിൻ അഹമ്മദ് പാടിയിരുന്നത്? അദ്ദേഹം അല്ലാമ ഇഖ്ബാലിന്റെ സാര ജഹാം സച്ച എന്നുള്ള പാട്ടായിരുന്നു പാടിയിരുന്നത്. കൈഫ ഹി ഹയാത്തു തലബത്തുൽ ജദീദ ഫിൽ ജാമിയയിൽ കോളേജിൽ പുതിയ വിദ്യാർത്ഥികളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അത് വളരെയധികം പ്രയാസമേറിയതായിരുന്നു. കാരണം അവൾക്ക് എന്താണ്,
പലപ്പോഴും അപ്പാർട്ട്മെന്റ് കിട്ടാറില്ല. പിന്നീട് പുറത്തു പോയി പൈസ കൊടുത്ത് ഫ്ലാറ്റുകളിൽ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ലിമാദ ലാ യുഹിബ്ബു മാസിൻ മുശാഹദത അഫ്ലാം കസീറ, ഒരുപാട് സിനിമ കാണുന്നത് മാസിൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല? കാരണം അതെന്താണ്, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നതാണ്. മാസിൻ എന്താണ്, അവന്റെ പഠന കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ നാലാമതായി മാദാ യഹ്സുലു ലി മാസിൻ ഇൻദമാ യഗ്നി നശീദത്തുൽ വതനി ലിശായി മുഹമ്മദ് ഇഖ്ബാലിന്റെ ഗാനം പാടുന്ന സമയത്ത് നമ്മുടെ മാസിൻ എന്തൊരു അനുഭൂതിയായി ലഭിച്ചിരുന്നത്? അവനെന്താണ്, രാജ്യസ്നേഹത്തിന്റെ തിരമാലകൾ പൊതിയുന്ന ഒരു അനുഭൂതിയായിരുന്നു ലഭിച്ചത്. മാദാ ഫഅലത്തുൽ ജമാഅത്തു ബൈദ അൻഹിൽ മാസിനു നശീദഹു, മാസിൻ അവന്റെ ഈ പാട്ട് അവസാനിപ്പിച്ച സമയത്ത് ആ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്തത്? അവരെല്ലാവരും കൈമുട്ടിക്കൊണ്ട് മാസിനെ ആലിംഗനം ചെയ്തു. പിന്നീട് അവരോട് എന്താണ്, ഞങ്ങളുടേതായ രീതിയിൽ നിന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് എന്ന് പറയുകയും ചെയ്തു. അടുത്തതായിട്ടുള്ളത് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അതിൽ ഒന്നാമത്തത് ഫതഹത്ത് എന്നാണ് ശരിയായിട്ടുള്ളത്. ഫതഹത്തിൽ ജാമിയത്തു അബ്വാബഹ എന്നാണ് അവിടെ ശരിയായിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തത് ഖാസ എന്നുള്ളതാണ് ശരി. ഖാസ നാസു ഖിലാല ഹാദിൽ ഫതറത്തി അൻവാഅ മിനൽ അദാബ് എന്നുള്ളതാണ് ശരി. അതുപോലെ തന്നെ മൂന്നാമത്തത് ആദത്ത് എന്നുള്ളതാണ് ശരി. ആദത്തിൽ ഹയാത്തു ഇലാ മജ്റഹ തബീഇ എന്നാണുള്ളത്. അതുപോലെ തന്നെ നാലാമത്തതിൽ വബദ മാസിൻ അഹമ്മദ് യഗ്നി നഷീദ ബിസൗതിഹി റഹീം വൽ ജമാഅത്ത് കുല്ലുഹ എന്ന് പറയുന്ന അതിൽ വൽ ജമാഅത്ത് കുല്ലുഹ തസ്തമിഉ എന്നാണ്, തസ്തമിയു എന്നുള്ളതാണ് ശരി. അതുപോലെ തന്നെ അഞ്ചാമത്തതിൽ ഹക്കക എന്നുള്ളതാണ് ശരി. ഷക്റവും മാസിനു വഹസ ഫീ ഖൽബി അന്നഹു ഹക്കക എന്നുള്ളതാണ് ശരി. അടുത്തതായിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ജുംല ഉണ്ടാക്കാനുള്ളത്. അതിന്റെ അർത്ഥങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതിയാവും. അത്തഅലീമുൽ ഹുദൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ, അത്തഅലീമു അനിൽ ബുഅദ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ജായത്തു കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ പാൻഡമിക്. അതുപോലെ തന്നെ അൽ മജ്റ തബീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു പ്രകൃതം, സാധാരണ ജീവിതം. അതുപോലെ തന്നെ യംറഹൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക. യതസഅകൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് ഔട്ട് ചെയ്യുക, പുറത്തു പോയാണ്ട് ചില്ല് ചെയ്യുന്നതിനാണ് യതസഅകൂന എന്ന് പറയാറുള്ളത്. അടുത്തതായിട്ടുള്ളത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാനുള്ളതാണ്. അത് വരാറില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാനാണ്, അത് അങ്ങനെ ചോദ്യം വരാറില്ല. പിന്നെ ഉള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ പാഠഭാഗത്ത് നിന്നുള്ളത് തന്നെയാണ്, നമുക്ക് വായിച്ചു നോക്കിയാൽ കിട്ടും. അതും അങ്ങനെ വരാറില്ല, സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ജുംല ഉണ്ടാക്കാനുള്ളതാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഫതഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കുക, കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫർ സഹിക്കുക എന്നുള്ള അർത്ഥം. അതേപോലെ തന്നെ ആദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ മടങ്ങി വരിക. മർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക. അതേപോലെ തന്നെ തസക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് ഔട്ട് ചെയ്യുക, പുറത്തു പോയാണ്ട് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ കമുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക. ഇൽതുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിതമായിട്ട് നിർബന്ധിപ്പിക്കുക, നിർബന്ധിത അവസ്ഥയിലാവുക. അതേപോലെ തന്നെ ഇസ്തഹലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ഇസ്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുക, നമ്മളെന്താണ് ID കാർഡ് ഇഷ്യൂ ചെയ്യൂലേ, അതിനാണ് പറയുക. അതുപോലെ തന്നെ റഹബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ചെയ്യുക. അടുത്തതായിട്ടുള്ളത് അവസാനമായിട്ടുള്ളത് ശരിയും തെറ്റും നോക്കാനുള്ളതാണ്. അതിൽ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. അതിൽ ഒന്നാമത്തെ എന്താണ് ശരിയാണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് തെറ്റാണ്. കാരണം താലീമുൽ ഹുദൂരി എന്ന് പറയുന്നിടത്ത് ഈ അവിടെ എന്താണ് ഓൺലൈൻ ക്ലാസ് ആണ് വേണ്ടത്. അപ്പോൾ കാന അത്താലീമു മിനൽ ബുഅദി എന്നാണ് ശരിക്കും വേണ്ടത്. കാരണം ഈ പാൻഡമിക്കിന്റെ സമയത്ത്, കൊറോണയുടെ സമയത്ത് ഓൺലൈൻ ക്ലാസ് അല്ലല്ലോ, ഓഫ്ലൈൻ ക്ലാസ് അല്ലല്ലോ, ഓൺലൈൻ ക്ലാസ് ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്താലീമുൽ ഹുദൂരി എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ് ആണ്, അവിടെ ഓൺലൈൻ ക്ലാസ് എന്നാണ് വേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തെ എന്താണ് ശരിയാണ്, നാലാമത്തത് തെറ്റാണ്. നാലാമത്തത് പറയുന്നത് വിദ്യാർത്ഥികളൊക്കെ എന്താണ് അവിടെ സ്റ്റേൻ്റെ കാര്യത്തിൽ പുതിയ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സുഖമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് സഹലത്തൻ ജിദ്ദ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതെന്താണ് തെറ്റാണ്. അമ്മാൻ ഹയാത്തി തലബത്തിൽ ജദി ഫി ഹാദിൽ ജാമിയാത്തി ഫയ്യ സഹലത്തൻ ജിദ്ദ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതെന്താണ് അത്ര എളുപ്പമായിരുന്നില്ല. അവിടെ ഫയ്യ ലൈസ ബി സഹലത്തിൻ എന്നാണ് കൊടുക്കേണ്ടത്. ഫയ്യ ലൈസ ബി സഹലത്തിൻ ബിസാബി തസ്ഹീലാത്തിൽ ഇഖാമാത്തി എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തത് ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ആ ഒരു അൽഫാദുകളുടെ മായന, ഇവിടെ ജുംല ഉണ്ടാക്കുന്ന അൽഫാദുകളുടെ മായന മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളത് ഒന്ന് നോക്കുക. പിന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ സമയമുണ്ടെങ്കിൽ നോക്കുക. ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ചോദ്യം അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.